ഹലോ, ഞാനിന്ന് നാത്തൂൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അവിടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ റംബൂട്ടാനൊക്കെ താഴത്തേക്ക് ഇങ്ങനെ വീണ് കാറ്റത്ത് വന്ന് വീണതാണ്. ഇങ്ങനെ തറയെ തൊടാറായി നിൽക്കുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് പൊക്കി കെട്ടാമെന്ന്. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ കയറ് വെച്ച് വലിച്ച് പൊക്കി കെട്ടിയിട്ടുണ്ട്. നിറയെ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് നിറയെ ഉണ്ട്, ഒരു ഭാഗത്ത് ഒട്ടുമില്ല. അങ്ങനെയാണ് ഉണ്ടായേക്കുന്നത്. അങ്ങനെ അത് കെട്ടിക്കഴിഞ്ഞിട്ട് റംബൂട്ടാൻ ഉണ്ടാകാത്ത കുറേ കമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞ് അവിടെ കുറച്ചൊരു സർവീസ് വയർ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീഴാതെ അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ കുറേ കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറേ കമ്പുകളൊക്കെ ഇങ്ങനെ താഴോട്ട് ചരിഞ്ഞെടുക്കണം. അതൊക്കെ ഞാനിങ്ങനെ പൊക്കി ആ ടെറസിൻ്റെ മുകളിലേക്ക് ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ മുകളിലേക്ക് അങ്ങ് വളർന്ന് പൊക്കോളുമല്ലോ. അങ്ങനെ ഉദ്ദേശത്തിലാണ് ഞാനതെല്ലാം മുകളിലേക്ക് ഇട്ട്. ഇവർക്ക് കുറേ കൃഷിയുണ്ട് കേട്ടോ ഇവിടെ. ഇത് മുള്ളൻചക്ക എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. പിന്നെ മാങ്ങയുണ്ട്, ജാതിക്കയുണ്ട്, ചക്കയുണ്ട്, തെങ്ങുണ്ട്, കുറേ ഉണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അതിനകത്ത് കുറേ കൃഷിയുണ്ട്. ആ റംബൂട്ടാൻ്റെ കമ്പ് ഇങ്ങനെ പൊക്കി വിട്ടപ്പോഴാട്ടോ അതിൻ്റെ ചോട്ടിലേക്കൊക്കെ ഒന്ന് പോകാൻ പറ്റിയത്. അതിൻ്റെ ചോട്ടിൽ കയറി നോക്കിയപ്പം അതിൻ്റെ ഉള്ളിൽ നിറയെ ഇങ്ങനെ ഉണങ്ങിയ കമ്പുകളായിരുന്നു. കുറേ കിട്ടിയേ, ഉണങ്ങിയ കമ്പുകൾ കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചുവട്ടിൽ കുറേ ഉണങ്ങി ഇലയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടിട്ട് അത് തീയിട്ട് കളയാമെന്ന് ഓർത്ത് അതെല്ലാം വാരി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പ്ലാവിലൊരു ചക്ക മൂത്ത് കിടക്കുന്നുണ്ട്. ആ ചക്ക ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ നാത്തൂന് ഇവിടെ വേറൊരു പണിയിലായിരുന്നേ. അവിടെ തുണി അലക്കാനും പെരയ്ക്കകത്ത് തൂത്തുവാരാനും അങ്ങനെയൊക്കെയുള്ള പണികളായിരുന്നു. പിന്നെ ആ ചക്ക ഞാൻ നന്നാക്കി എടുത്ത് പുഴുക്ക് വയ്ക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ എടുത്തതാണ്. എല്ലാവരും ഒന്നും കഴിക്കില്ലെങ്കിലും പുഴുക്ക് കഴിക്കാമല്ലോ. ഒന്ന് ബീഫും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ചക്കപ്പുഴുക്കും ബീഫും കൂടെ കഴിക്കാമല്ലോ എന്ന് ഓർത്ത് അത് വെച്ചേ. ചില സമയങ്ങളിൽ ബീഫിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ. അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചേ. അത്രയേ ഉള്ളൂ. ബായ്.